എത്ര വീതി വേണം എന്നതാണോ നിങ്ങളുടെ സംശയം? നിങ്ങളൊന്നും പേടിക്കണ്ട. 34, 38, 6 ആൻഡ് 44 അളവിലുള്ള സ്ലീവ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾ വെട്ടിക്കോ, ധൈര്യമായിട്ട് ചുരിദാർ തയ്ച്ചു. ഒരു ചെസ്റ്റ് അളവ് 36 ഉള്ളയാൾക്കും ചെസ്റ്റ് അളവ് 44 ഉള്ളയാൾക്കും ഞാൻ സ്ലീവ് കട്ട് ചെയ്യാൻ പോവാം. അപ്പൊ അത് രണ്ടിനും വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പൊ നിങ്ങൾക്ക് ഒരുവിധം ഒരു ജനറലി ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം 36 നോക്കാം. അതായത് ചെസ്റ്റ് അളവ് 36 കേട്ടോ, അത് ഓർത്തോണം. ചെസ്റ്റ് അളവ് 36, മറ്റേ ചെസ്റ്റ് അളവ് 44. അപ്പൊ ചെസ്റ്റ് അളവ് 36 ഉള്ളയാൾക്ക് എത്ര തുണി വീതി വേണം നമുക്ക് നോക്കാം. 36 ഡിവൈഡഡ് ബൈ എത്ര? 4. 36 ഡിവൈഡ് ബൈ 4 എത്ര? 9. അപ്പൊ നമുക്ക് എത്ര ഇഞ്ച് മതി? ശരിക്കും 9 ഇഞ്ച് മതി. നമുക്കൊരു 1/2 ഇഞ്ചിയുടെ കൂട്ടിയെടുക്കാം. അപ്പം 9.5 ഇഞ്ച് മതിയാവും. അപ്പം നമുക്ക് നോക്കാം. 9.5 ഇഞ്ച് എന്ന് പറയുമ്പം 18 പോരെ? ഇപ്പൊ ഇത്രയും വേണ്ട. ഇപ്പൊ 9.5 ഇഞ്ചിൽ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ തുണിയെ 4 മടക്കിയിട്ട് നമ്മളിത് ബോഡി പാർട്ട് കട്ട് ചെയ്തതിന്റെ ബാക്കി ഭാഗമാണേ കേട്ടോ. ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എത്ര ഇഞ്ചേ കിട്ടുന്നുള്ളൂ? 9.5 ഇഞ്ച്. കറക്റ്റ് 9.5 ഇഞ്ചേ ഇത് കിട്ടിയിട്ടുള്ളൂ. ഇനിയും നമുക്ക് സ്ലീവിന്റെ ഇറക്കം അതൊക്കെ നമ്മുടെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനൊരു 12 ഇഞ്ച് എനിക്ക് വേണം. അപ്പൊ ഞാൻ എത്ര എടുക്കണം? 13 എടുക്കുന്നു. അപ്പൊ എന്തിനാ 13 എടുക്കുന്ന അറിയാമല്ലോ? 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോകും. അതുകൊണ്ടാണ് 13 എടുത്തേക്കുന്നത്. വെള്ളം വെച്ച് വരയ്ക്കാവേ. അപ്പൊ നമ്മൾ 13 ഇഞ്ച് ഇറക്കം രണ്ടിടത്തും 13 ഇഞ്ച് ഇറക്കം എടുത്ത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഈ രണ്ടിനെയും കൂടെ ചേർത്ത് വരയ്ക്കണം. ഇത്രയും ഐഡിയ കിട്ടിയല്ലോ. ഇനി നിങ്ങൾക്ക് എന്താ? അപ്പൊ വീതിയെ കുറിച്ച് സംശയമൊന്നുമില്ല. ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ 4 എത്രയാണോ അതായിരിക്കും. അപ്പൊ 9 മതി. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ചിയുടെ കൂട്ടി 9.5 എടുത്തു. അതാ എപ്പോഴും 1/2 ഇഞ്ച് കൂട്ടി എടുത്താലും കുഴപ്പമില്ലല്ലോ. ഇനി നിങ്ങൾക്ക് എന്നാ അറിയേണ്ടത്? ഇനി നമുക്ക് അറിയേണ്ടത് എത്ര ഈ ഡൗൺ അല്ലെങ്കിൽ ക്യാപ്പ് ഹൈറ്റ് എത്ര വേണം എന്നുള്ളതാണ്. അതിനും ഒരു ഐഡിയ ഉണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? ചെസ്റ്റ് ഡിവൈഡ് ബൈ 10. അപ്പം 36/10 3.6 വരും. അപ്പൊ നമുക്ക് 3.6 തന്നെ എടുക്കണം നിർബന്ധമില്ല. നമുക്ക് 3.5 എടുക്കാം. അതൊക്കെ കറക്റ്റ് ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എത്ര എടുത്തു? 3.5 3.5 വരെ എടുത്തു. ഈ 3.5യിൽ നമുക്ക് ഇങ്ങനൊന്ന് ഒരു ലൈന് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത് മൊത്തത്തിൽ നിങ്ങൾ ചിന്തിക്കണേ, ഇത് കംപ്ലീറ്റ് ഉള്ള അളവാണ് ഈ 9.5 എന്ന് പറയുന്നത്. ഈ 9.5-ക്കകത്ത് നമ്മുടെ ആ 2 ഇഞ്ച് എന്ന് പറയുന്ന നമ്മുടെ സീം അലവൻസ് ഉണ്ടല്ലോ ബോഡിയിൽ ഇട്ടേക്കുന്നത്, അതേ സീം അലവൻസ് നമുക്ക് ഇവിടെയും കിട്ടും. അപ്പൊ നമുക്ക് സത്യത്തിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ശരിക്കും നമുക്ക് ഷേപ്പ് വരയ്ക്കേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എന്നും പറഞ്ഞു തരാറുണ്ട് നിങ്ങൾക്ക്. ഞാൻ ഇവിടുന്ന് ഒരു 2 ഇഞ്ച് നമ്മൾ ഒന്നും ചെയ്യണ്ട. അവിടെ 2 ഇഞ്ചിൽ നിന്ന് നമ്മൾ സ്ലോ ഇച്ചിരി താഴ്ത്തി കൊണ്ടുവന്ന് ഇങ്ങനെ ഇതിനോട് കൂട്ടിമുട്ടിച്ചു ഉണ്ടോ? ഒന്നുകൂടെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ അടിവണ്ണം, കൈയുടെ അടിവണ്ണം എത്ര വേണം? കൈയുടെ അടിവണ്ണം 5.5 മതി. 5.5 മതി. അവിടുന്ന് 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഏത് സ്കെയിൽ വെച്ച് വരയ്ക്കണം? കൈ ഇറക്കമുള്ള കൈ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഹിപ്പ് സ്കെയിൽ വെച്ച് നമ്മുടെ ഈ ഷേപ്പ് നമുക്ക് ഇങ്ങനെ കിട്ടണം. അതിന് വേണ്ടിയാണേ ഇങ്ങനെ വരച്ചു. ഇതും കൂടി വരച്ചു. അപ്പം നമ്മുടെ കൈ നമുക്ക് ശരിയായിട്ട് കിട്ടി. ഇത് നമുക്ക് വേണമെങ്കിൽ ഞാൻ ബോഡി വെട്ടിയാലേ നമുക്ക് ഇത് തമ്മിൽ ശരിയാണെന്ന് നടന്നില്ല. എങ്കിലും നമുക്കൊരു ഏറെക്കുറെ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് എവിടം വരെ ഇതിൻ്റെ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും. 8.5 ധാരാളം മതി. 8.5 എന്ന് പറയുന്നത് ധാരാളം മതി. അപ്പൊ നമുക്ക് ഈ സ്ലീവ് കട്ട് ചെയ്യാം. ഇനി സംശയമുണ്ടോ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ. കണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടവർക്കൊക്കെ അയച്ചു കൊടുക്കണേ. ഇങ്ങനെ കട്ടിടാൻ ഒരിക്കലും മറക്കല്ലേ. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞു തന്നേക്കുന്നേ?
ഇത് നമ്മൾ ഇങ്ങനെ നിവർത്തി വെക്കുന്നു. ഇപ്പം നോക്കിക്കേ എങ്ങനെ ഇരിക്കുന്നെന്ന്. ഇതിന്റെ രണ്ടിന്റെ നല്ല വശം ഒരുപോലല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് നമുക്ക് ഇവിടെ ഫ്രണ്ട് ആംഹോള് കുഴിച്ചു വിടാം. ഫ്രണ്ട് ആംഹോള് കുഴിച്ചു വിട്ടാൻ എന്ത് ചെയ്യണം, ഏതാണ്ട് ഈ നടുക്ക് ഭാഗത്തുനിന്ന് ഒരു 0.5 ഇഞ്ച് ഇങ്ങനെ ഇതിലോട്ട് കൊണ്ടുവന്ന് ചെറുതായിട്ട് കൂട്ടി ചേർത്ത് ഈ പോയിന്റിലേക്ക് ഇത് കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കണം. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയട്ടെ. ഇങ്ങനെ ഇതിലോട്ട് മുട്ടിച്ച് കളയണം. ഇത് കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ സ്ലീവ് കട്ടിങ് കഴിഞ്ഞു, സംശയമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത സ്ലീവ് എന്ന് പറയുന്നത് നമുക്ക് 44 ചെസ്റ്റ് അളവുള്ള ആൾക്കാർ. നിങ്ങൾ തന്നെ കാൽക്കുലേഷൻ പറഞ്ഞേ. 44 ചെസ്റ്റ് അളവുള്ളപ്പം നമ്മൾ എന്നാ നടക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്, ഡിവൈഡഡ് ബൈ 4. അപ്പൊ അത്ര ഒരു 11 ഇഞ്ച് അല്ലേ, 11 ഇഞ്ച് വരും. 11ന്റെ കൂടെ അരയുടെ കൂട്ടിക്കും, 11 അര. അപ്പൊ നമുക്ക് ഈ തുണിയുടെ ബാക്കിയുണ്ട്, ഇതേ തന്നെ ആ 11 നമുക്ക് എടുക്കാം. എത്ര കിട്ടണം, 11 അര. നമുക്ക് നോക്കാം ഇത് എത്ര ഉണ്ടെന്നേ. ഇത് കറക്റ്റ് 11.5. നിങ്ങൾ ഓർക്കാൻ ഞാനിത് അറിഞ്ഞോണ്ട് ചെയ്തതാന്നില്ലേ, വെറുതെ മടക്കിയിട്ടതാ കേട്ടോ. അതെ, കറക്റ്റ് 11.5. ഒരു പൊടിക്ക് ഒരു സ്വല്പം കൂടെ ഉണ്ട്, അതവിടെ കിടന്നോട്ടെ. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ചുരിദാറിന്റെ സ്ലീവ് സ്വല്പം കൂടുതൽ കിടന്നുകൊണ്ടൊന്നും സംഭവിക്കത്തില്ല. നമുക്ക് ഇതിന് ഇറക്കം മുമ്പ് ഞാൻ 12 എടുത്തു, ഇതിന് 11 മതി. അപ്പൊ 11 ഒന്നുകൂടെ കൂട്ടി മടക്കാനുള്ളവരെ കൂട്ടി 12 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ സ്ലീവ് വരയ്ക്കുന്നു. 12 ഇഞ്ചിൽ വരയ്ക്കുവാണേ. ഇച്ചിരി ഇങ്ങനെ ഇട്ടോട്ടെ, ഇതായിരിക്കും നിങ്ങൾക്കും കാണാൻ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ആദ്യം ലൈന് വരയ്ക്കുന്നു അല്ലെ. ഇനി നമുക്ക് ക്യാപ്പ് ഹൈറ്റ് ഞാൻ പറഞ്ഞേക്കുന്നത് ഡിവൈഡഡ് ബൈ 10 എന്നാ. അങ്ങനെയാണെങ്കിൽ 44 ഡിവൈഡഡ് ബൈ 10 4.4 വേണ്ടേ, അത് ഇച്ചിരി കൂടുതലാണ്. 4.4 വേണ്ട, നമുക്കൊരു 4.1 or 2 മാക്സിമം എടുത്താൽ മതി. ഒരു 4.2 കേട്ടോ, ഞാൻ 2 എടുക്കുന്നത്. അതിൽ കൂടുതൽ എടുക്കരുതേ, ഇത് കൂടുതലിന് ആവശ്യം വരത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 4.2 വരച്ചു. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് നമ്മൾ എന്തായിട്ട് കണക്കാക്കി, സീം അലവൻസ് ആയിട്ട് കണക്കാക്കി. ബാക്കി ഈ പോയിന്റിലേക്ക് വേണം നമ്മുടെ ഇത് ഡ്രോ ചെയ്യാനായിട്ട്. അതിനെന്ത് ചെയ്യണം, മുമ്പത്തെ പോലെ തന്നെ 2 ഇഞ്ചിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. 2 ഇഞ്ചിൽ നിന്ന് പതുക്കെ ഇച്ചിരി താത്തുകൊണ്ട് വന്ന് ഇതിലോട്ട് കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കും. നോക്കിക്ക് സ്ലീവിന്റെ ഷേപ്പ്. ഞാൻ വേറൊരു കണക്ക് വെച്ച് നിങ്ങൾക്ക് ഇന്നാളിൽ പറഞ്ഞു തന്നായിരുന്നു, ഇച്ചിരി നീളമുള്ള കണക്ക്. തീരെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അത് പോയി നോക്കണേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ അടിവണ്ണം എന്ന് പറയുന്നത് 6.5 ഇഞ്ച് വേണം. 6.5 ഇഞ്ച്, അവിടുന്ന് സീം 2 ഇഞ്ചും കൂടെ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ സ്കെയിൽ വെക്കുന്നു. നമ്മൾ ഇതും തമ്മിൽ വരയ്ക്കുന്നു. ഇതും വരയ്ക്കുന്നു. കണ്ടോ, ഇത് വെട്ടിയെടുത്താൽ നമുക്ക് 2 ബ്ലൗസ്, അടുത്ത സ്ലീവ് റെഡി. ഇനി സംശയമൊന്നും ആർക്കും ഇല്ലല്ലോ. ഒരുപാട് പേര് തയ്ച്ചു തുടങ്ങി. ഇന്നലത്തെ സ്ട്രേറ്റ് പാന്റിന്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് തയ്ച്ചെന്ന് പറഞ്ഞു. 8, 10, 11 തയ്ച്ചെന്നൊക്കെയാ പറയുന്നത്. പോക്കറ്റൊക്കെ വെച്ച് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേർക്ക് ഉപകാരമായി. നമുക്കിത് തുറക്കാം, നോക്കാം. എന്ത് ചെയ്യുന്നതാ പറയുന്നത് ഞാൻ എപ്പോഴും. നമുക്ക് നോക്കിയേ, 2ന്റെ ഉൾവശം ഒരുപോലെ, അല്ലെങ്കിൽ ഈ വശം 2 ഒരുപോലെ ഇരുന്നാലും മതി. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ഏതാണ്ട് മിഡ് പോയിന്റ് വരച്ചില്ല അല്ലേ, മറന്നുപോയി. അതാദ്യം ചെയ്യണേ. മിഡ് പോയിന്റ് കട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എന്നിട്ട് നമ്മൾ
നിവർത്തിയിട്ടു. ഏതാണ്ട് മുമ്പ് വരച്ച ഈ 2 വരെ ഒന്നും ചെയ്യണ്ട. അവിടെ നിന്ന് ഒരു സ്വല്പം താഴേക്ക് വന്ന് ഇന്ന് അടുക്ക് വരുമ്പോൾ ഒരു 0.6, 0.5 ഓർ 0.6, ഇതിനൊക്കെ ഒരു 0.6 പോക്കോട്ടെ. 0.6 നമ്മൾ ഈ ലൈനിലേക്ക് കൂട്ടി മുട്ടിക്കുന്നു. നോക്കിക്കേ, ഇതിനൊരു ഷേപ്പൊക്കെ വേണ്ടേ. ഇവിടെ നിന്ന് ആരംഭിക്കുവേ. ആരംഭിച്ച് അപ്പം നമ്മുടെ രണ്ടാമത്തെ സ്ലീവും റെഡി. ഇനി സംശയമൊന്നുമില്ലല്ലോ, ഏതളവിലും നിങ്ങൾക്ക് വെട്ടാമല്ലോ. ഇതിന് സ്ലീവ് എങ്ങനെയാണ് വെട്ടും നോക്കാം. 34 ഉള്ള ആൾക്ക് എത്ര വേണം? 4, 32, 8.5 മതി അല്ലേ? 8.5 വേണേ അരയുടെ കൂട്ടി 9 എടുക്കാം. നമുക്ക് 9 എടുക്കാവേ. ഒൻപതും ഒരു 1/4 ഇഞ്ച് കൂടെ കൂടുതലുണ്ട്. അത് ഇടക്കിടന്നോട്ടെ, കുഴപ്പമില്ല. അപ്പം നമുക്കിനി എന്ത് ചെയ്യണം? നമുക്ക് എന്നാ ചെയ്യണം? എത്ര നീളം വേണം? 11 ഇഞ്ച്. എല്ലാം കൂടെ 11 ഇഞ്ച്. 10 മതി. 10ൻ്റെ കൂടെ 1 കൂടെ കൂട്ടി 11 ഇഞ്ച് കേട്ടോ. 10 മതി. അപ്പം 1 ഇഞ്ച് കൂടെ കൂട്ടി 11 ഇഞ്ച് നമ്മൾ കയ്യിലെടുക്കുന്നു. ആ 11 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുന്നു. ഇത്രയും മനസ്സിലായില്ലേ? തിരിച്ചിടാവേ, നിങ്ങൾക്ക് എനിക്കും സൗകര്യമില്ല. അപ്പം നമ്മൾ 11 ഇഞ്ച് കൈയിറക്കം ഒന്നുകൂടെ കാണിക്കാം. 11 ഇഞ്ച്, അതിനകത്ത് 1 ഇഞ്ച് മിച്ചം, 1.25 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 34 ഉള്ള ആൾക്ക് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് 3.4 വരും അല്ലേ? അത് നമുക്ക് 3.4 കറക്റ്റ് 3.4 അല്ലെ 3.4 ഒക്കെ എടുത്താൽ മതി. ഞാൻ 3.4 തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ 3.4ൽ നമുക്ക് എത്ര ഇഞ്ച് വിടണം? 2 ഇഞ്ച് സീം അലവൻസ് വിടാം. വിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് കളർ പോലെ നമുക്ക് ഇവിടെ നിന്ന് ഇത്രയേ ഉള്ളൂ. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് വേണ്ടത് 5 ഇഞ്ചാണ്. 5.25 ഇഞ്ച് 2 ഇഞ്ചും കൂടെ എടുക്കുന്നു. നമുക്ക് നമ്മുടെ ഇത് വെക്കുന്നു. നമ്മൾ ഇതും ഈ പോയിൻറ്റും കൂടെ കൂട്ടി യോജിപ്പിക്കുന്നു. ഇതും കൂടെ കൂട്ടി യോജിപ്പിക്കുന്നു. കട്ട് ചെയ്യാം. ഇവിടെ അപ്പോൾ തന്നെ ഇട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? 2ാം ഹോൾ കുഴിച്ച് വെട്ടണ്ടേ? 2ാം ഹോൾ കുഴിച്ച് വെട്ടാനായിട്ട് നമുക്ക് ഇത് തുറന്നിടാം. എന്നും പറയുന്ന പോലെ അകവശം രണ്ടും ഒരുപോലെയാണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതല്ലേ സെൻറ്റർ ഭാഗം, സെൻറ്ററിൽ നിന്ന് ഒരിച്ചിരി വിട്ടേച്ച് നമുക്ക് 1/2 ഇഞ്ച് കയറ്റിയെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ കട്ടിങ് കഴിഞ്ഞു.